നാത്തൂനെ, ഇനി ഞാൻ എന്തു ചെയ്യും? ആ ഒരുമ്പെട്ടവളോട് എത്ര പറഞ്ഞിട്ടും അവൾ ഞാൻ പറയുന്ന ഒന്നും മനസ്സിലാക്കുന്നില്ല. സ്വന്തം ആങ്ങളയുടെ ഭാര്യ ഫോൺ വിളിച്ച് കരയുമ്പോൾ സഹതാപം തോന്നിപ്പോയി രജനിക്ക്. ഒന്നുമല്ലെങ്കിലും സ്വന്തം കുഞ്ഞിന്റെ ഭാവി ഓർത്തുള്ള ഒരമ്മയുടെ ആശങ്കയാണ് താനിപ്പോൾ കേട്ടത്. ഞാൻ രമേശ് ചേട്ടനെ അങ്ങോട്ട് വിടാം. ബിജിമോളോട് ഒരു തവണ കൂടി സംസാരിച്ച് നോക്കാൻ പറയാം. അദ്ദേഹത്തെ ബിജിമോൾക്ക് ഒരുപാട് ഇഷ്ടമാണല്ലോ. ചിലപ്പോൾ എന്തെങ്കിലും മാറ്റം വന്നാലോ? ഒരു നിമിഷം രജനി പറയുന്നത് കേട്ട് സീത ഒന്നും മിണ്ടാതെ നിന്നു. പലപ്പോഴും മിഠായികളും പലഹാരങ്ങളും ഒക്കെയായി വരുന്ന രമേശ് മാമയെ ഒരുപാട് ഇഷ്ടമാണ് ബിജിക്ക്. എന്ന് വെച്ച് ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ അയാൾ പറഞ്ഞ അവൾ അനുസരിക്കുവോ? സ്വന്തം അച്ഛൻ അവളുടെ കാല് പിടിച്ച് പറഞ്ഞു നോക്കി. എന്നിട്ടും അവൾ ആ ഒരുത്തനെ തന്നെ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞ് ഒറ്റക്കാലിൽ നിൽക്കുകയാണ്. എന്തെങ്കിലും ഒന്ന് ചെയ്ത് എന്റെ മോളെ എനിക്ക് തിരിച്ചു താ നാത്തൂനെ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും കടുങ്കൈ ചെയ്ത് കളയും. സീത കരഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു. രജനി എന്ത് ചെയ്യണമെന്നറിയാതെ പുറത്തേക്ക് നോക്കിയിരുന്നു. അപ്പോഴാണ് രമേശ് ജോലി കഴിഞ്ഞ് വന്ന് കയറിയത്. രജനിയുടെ മുഖം കണ്ടപ്പോൾ തന്നെ എന്തോ പ്രശ്നമുണ്ടെന്ന് രമേശിന് മനസ്സിലായിരുന്നു. എന്താടി ആണ്ടി പോയ അണ്ണാനെ പോലെ? രാവിലെ പോകുമ്പോൾ മുഖം ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. രമേശ് അവളെ നോക്കി വിളിച്ചു. സീത വിളിച്ചിരുന്നു രമേശ് ചേട്ടാ. ബിജിമോൾ ഏതോ ഒരുത്തനുമായി പ്രേമത്തിലാണെന്ന്. നല്ലൊരുത്തനാണെങ്കിൽ തരക്കേടില്ല. ഇത് ജോലിയും കൂലിയും ഒന്നുമില്ലാതെ ചകിരി പോലത്തെ തലയുമായി മൂക്കും കുത്തിയും കമ്മലും ഇട്ടിട്ടൊരു പേക്കോലം. കഞ്ചാവും മറ്റു മയക്കുമരുന്നുകളും ഒക്കെ അവൻ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് കേട്ടത്. ബിജിയെ എല്ലാവരും പറഞ്ഞു മനസ്സിലാക്കാൻ ഒത്തിരി ശ്രമിച്ചു. പക്ഷെ എന്താ ഒരു കാര്യം, ആ പെണ്ണിന് ആ ചെക്കൻ തന്നെ മതിയെന്ന്. സീത എന്തെങ്കിലും കടുങ്കൈ ചെയ്യുമെന്നും പറഞ്ഞാൽ നിൽക്കുന്നത്. ഞാനൊരു കാര്യം പറഞ്ഞ രമേശ് ചേട്ടൻ ചെയ്യുമോ? അവളോടൊന്ന് സംസാരിച്ച് നോക്കൂ, രജനി പ്രതീക്ഷയോടെ ചോദിച്ചു. അല്പം പോലും വൈകിയില്ല രമേശ് അതിന് ഉത്തരം കൊടുക്കാൻ. അയാൾക്ക് കഴിയില്ല. എന്തിന്റെ പേരിലാണ് അങ്ങനെ പറയുന്നതെന്ന്? നമുക്കൊരു മോളില്ലേ എന്ന് രജനി തിരിച്ചു ചോദിച്ചു. നിനക്ക് എന്താ രജനി, മറവിരോഗം ഉണ്ടോ? അവൾ നിന്റെ അമ്മയോട് ചെയ്തതും പറഞ്ഞൊക്കെ നീ മറന്നോ? പക്ഷെ എനിക്ക് മറക്കാൻ പറ്റിയിട്ടില്ല. നിന്റെ കഴുത്തിൽ താലി കെട്ടിയത് മുതൽ എൻ്റെ സ്വന്തം അമ്മയായിട്ട് തന്നെയാണ് നിന്റെ അമ്മയെ ഞാൻ കരുതിയത്. ചെറുപ്പത്തിൽ നഷ്ടപ്പെട്ട എൻ്റെ അമ്മയെ പോലെ തന്നെയായിരുന്നു അവർ എന്നെ തിരിച്ച് സ്നേഹിച്ചതും. എന്നിട്ട് ഇളയ മകൻ ഈ പറയുന്ന സീതയെ വീട്ടിലേക്ക് കൈ പിടിച്ചുകൊണ്ട് വന്നതിന് ശേഷം അവരവിടെ അനുഭവിച്ചത് നിനക്ക് ഓർമ്മയില്ലേ? രമേശ് ചേട്ടൻ ചോദിച്ചപ്പോഴാണ് പണ്ടത്തെ കാര്യങ്ങളെല്ലാം രജനി ഓർത്തത്. രമേശ് ചേട്ടൻ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ്. അന്ന് ബാബുവേട്ടൻ ബസ്സിലെ ഡ്രൈവറാണ്. ആ സമയത്താണ് സീതയുമായുള്ള വിവാഹം കഴിഞ്ഞത്. ആദ്യമൊക്കെ സീത അമ്മയോട് നല്ല രീതിയിൽ പെരുമാറുമായിരുന്നു. പിന്നീട് ബാബുവേട്ടൻ ഗൾഫിലേക്ക് പോയപ്പോൾ അവളുടെ മട്ടും ഭാവവും ആകെ മാറി. പിന്നെ അവൾക്കൊരു അമ്മ ശല്യമായി തീർന്നു. അനാവശ്യമായി അമ്മയെ ചീത്ത പറയും. ഒരു നല്ല മീൻ വാങ്ങി കൂട്ടാൻ വെച്ചാൽ അമ്മയ്ക്ക് അതിന്റെ കഷണം പോലും കൊടുക്കില്ല. അമ്മ ആരെയും ഒന്നും അറിയിച്ചില്ല. ഒരിക്കൽ ഒരു ഓണത്തിന് അവിടെ പോയി അമ്മയുടെ സ്ഥിതി നേരിട്ട് കണ്ടപ്പോഴാണ് രജനിക്ക് തന്നെ അമ്മ അവിടെ അത്രത്തോളം അനുഭവിക്കുന്നുണ്ടെന്ന് മനസ്സിലായത്. കൂടെ രമേശും ഉണ്ടായിരുന്നു. ആ അമ്മയുടെ അവസ്ഥ കണ്ടപ്പോൾ രമേശിന്റെ കണ്ണുകൾ നിറഞ്ഞു. രജനി, നിന്റെ അമ്മയോട് എടുക്കാനുള്ളതൊക്കെ എടുത്തോളാൻ പറ എന്ന് മാത്രം പറഞ്ഞ് രമേശ് ചേട്ടൻ ആ പടിക്ക് പുറത്തേക്ക് ഇറങ്ങി നിന്നു. അന്ന് അമ്മയെ താൻ കൂടെ കൊണ്ടുവന്നതാണ്. പിന്നീട് അങ്ങോട്ട് വിട്ടിട്ടില്ല. ഈ വീട്ടിൽ അമ്മയ്ക്ക് വേണ്ട പരിചരണങ്ങൾ രമേശ് ചേട്ടൻ നൽകി. സത്യം പറഞ്ഞാൽ ബാബുവേട്ടനേക്കാൾ അമ്മയോട് സ്നേഹം രമേശ് ചേട്ടനാണെന്ന് എനിക്ക് തോന്നിപ്പോയി. ഇങ്ങനെ ഒരു മരുമകനെ കൊടുത്തതിന് മരിക്കും വരെ അമ്മ ദൈവത്തോട് നന്ദി പറഞ്ഞിരുന്നു. ഇതിനിടയിൽ പലതവണ അമ്മ പറഞ്ഞു സീത അമ്മയോട് ചെയ്തിട്ടുള്ള ക്രൂരതകൾ. അമ്മയ്ക്ക് മാസം കിട്ടുന്ന വാർദ്ധക്യ പെൻഷൻ വരെ കട്ടെടുക്കുന്ന സീത. ഇത്രത്തോളം ദുഷ്ടതരം അവളുടെ മനസ്സിലുണ്ടെന്ന് രജനി അറിയാൻ വൈകിപ്പോയിരുന്നു. ബാബുവേട്ടൻ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ അമ്മ തന്നെയാണ് പറഞ്ഞത് സീത അമ്മയോട് ചെയ്തതൊന്നും ബാബുവേട്ടൻ അറിയണ്ടെന്ന്. തിരികെ പോകുമ്പോൾ അവനതൊരു വിഷമമാകുമെന്ന് അമ്മ പറഞ്ഞതുകൊണ്ട് മാത്രം രമേശ് ചേട്ടൻ ഒതുങ്ങി. ബാബുവേട്ടൻ വിളിക്കാൻ വന്നപ്പോൾ രമേശ് ചേട്ടൻ അമ്മ ഇനി എവിടേക്കും വിടില്ലെന്ന് പറഞ്ഞ് അത് ബാബുവേട്ടൻ ചെറിയ നീരസം ഉണ്ടാക്കിയെങ്കിലും ആരും അത് മൈൻഡ് ചെയ്തില്ല. ഇന്ന് കാലമേറെ കഴിഞ്ഞു. അമ്മ 6 അടി മണ്ണിൽ ഉറങ്ങുകയാണ്. പക്ഷെ അവരോട് ചെയ്ത ദ്രോഹങ്ങൾ അത് മണ്ണിൽ അതുപോലെ നിലനിൽക്കും. ഒരു പ്രത്യേക കാലം കഴിഞ്ഞാൽ അത് തിരിച്ചടിക്കും. ഇപ്പോൾ സീതയുടെ ജീവിതത്തിൽ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ചെന്നു പറയില്ലെന്ന് പറഞ്ഞെങ്കിലും രമേശ് ചേട്ടൻ ബിജിയെ ഉപദേശിക്കാൻ വേണ്ടി ചെന്നിരുന്നു. പക്ഷെ പണ്ടത്തെ ബിജിയൊന്നും ആയിരുന്നില്ല. എന്റെ ജീവിതമാണ്, അത് ഞാൻ തീരുമാനിച്ചോളാം. രമേശ മാമ അനാവശ്യ കാര്യത്തിലൊന്നും ഇടപെടേണ്ടെന്ന് പറഞ്ഞത്രേ. അത് കേട്ട് രമേശ് ചേട്ടൻ തിരികെ പോന്നു. ഒന്നും അല്ലെങ്കിൽ പ്രായപൂർത്തിയായ പെൺകുട്ടിയല്ലേ, അവൾക്കറിയാം എന്ത് വേണം എന്ത് വേണ്ടെന്ന്. നല്ലതിനായാലും ചീത്തയ്ക്കായാലും അവൾ തിരഞ്ഞെടുത്ത വഴി അവൾ പോട്ടെ. അവളുടെ ഭാവി എന്നായാലും അവളും അവളുടെ അമ്മയും എല്ലാം ചെയ്ത കർമ്മയോഗത്തിന്റെ ഫലമാണ്. അതുകൊണ്ട് നീ അനാവശ്യമായി അവരുടെ കാര്യത്തിൽ ഇടപെടാൻ നിൽക്കണ്ട. പോയി വന്നതിന് ശേഷം രമേശ് ചേട്ടൻ അങ്ങനെയാണ് പറഞ്ഞത്. എനിക്കും തോന്നി അത് തന്നെയാണ് ശരിയെന്ന. കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ്